നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഇന്നത്തെ സന്ദേശം ഇപ്രകാരമാകുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. ഏവരും ഭഗവാന്റെ നാമങ്ങൾ ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ അല്ലെങ്കിൽ മറ്റ് നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കുക. ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാത്ത അല്ലെങ്കിൽ വിഷമിപ്പിക്കുവാൻ അവരുടെ സങ്കടങ്ങൾക്ക് കാരണമായി തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും. മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും വിജയം അനിവാര്യമായിരിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളിലും വെല്ലുവിളികൾ അത് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വെല്ലുവിളികൾ നേരിടുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. എന്നാൽ വെല്ലുവിളികൾ വന്നു ചേർന്നാൽ പോലും അതോടൊപ്പം അതിജീവിച്ച്, അതായത് അതിനെയെല്ലാം അതിജീവിച്ച് പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വിജയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ. അതായത് ഭഗവാൻ നിങ്ങൾക്കായി കാത്തു വച്ചിരിക്കുന്ന ചില വിജയങ്ങൾ നിങ്ങളുടെ സമയത്ത് തന്നെ, കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, ചെറിയ വിജയങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ സന്തോഷങ്ങൾ തന്നെയാകാം. ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാനായി സാധിക്കുന്നത്. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. പല അത്ഭുതകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംഭവിച്ചതായ വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഭഗവാൻ നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിച്ചതായ പല അവസരങ്ങളും ജീവിതത്തിലുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോഴായിരിക്കും അതേക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നു ചേരാം എന്നും ഭഗവാൻ അനുഗ്രഹിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഭാഗ്യം ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും വിധം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളുടെ നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സിനെ പലപ്പോഴും മുതലെടുക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും, എന്നാൽ അവർക്ക് താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് ലഭിക്കുക എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. കാരണം അവർക്ക് പല വിധത്തിലും തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്നതായ സ്വാതന്ത്ര്യം ഇല്ലാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും എപ്രകാരം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടു പോയല്ലോ എന്ന വിഷമം, അതിനാൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ, ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രദമല്ലാതായി തീരുന്നതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യങ്ങൾ പ്രവൃത്തിയിലൂടെ വന്നു ചേരാം. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. പലപ്പോഴും പലരും നിങ്ങളെ സ്വാതന്ത്ര്യം തട്ടിത്തെറിപ്പിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു.
അനാവശ്യമായ ചിന്തകളെ അകറ്റി പോസിറ്റീവായ ചിന്തകൾ മാത്രം നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. വലിയ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ആ ചിന്തകളെ അകറ്റി ശരിയായ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് പുതുന്മേഷം അല്ലെങ്കിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതിലൊരൽപ്പം മാറ്റം വന്നു ചേരാം. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്കും സ്വീകാര്യതയും അംഗീകാരങ്ങളും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ അവർക്ക് പോലും വഴികാട്ടിയായി മാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോവുക അസാധ്യമാണ് എന്ന ചിന്ത അവരിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ പഠിച്ചിരിക്കുന്നു, അതായത് പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. മുന്നിൽ വരുന്ന കാര്യങ്ങൾ ക്ഷമയോടെ നേരിടാൻ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എത്ര മോശം സാഹചര്യമാണ് എങ്കിലും അതോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പഠിക്കുന്നതായ സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളും തരണം ചെയ്ത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കും. ഭഗവാന്റെ കൃപാ കടാക്ഷം കൂടി ഉള്ളതിനാൽ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുകയും നിങ്ങൾക്ക് മുൻപിൽ പുതുവഴികൾ തെളിയും എന്നും ഭഗവാൻ നിങ്ങളോട് അർത്ഥമാക്കുന്നു, നൽകുന്ന സന്ദേശത്തിൽ അർത്ഥമാക്കുന്നു. നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. അത് ക്ഷമ ചില കാര്യങ്ങളിൽ വേണം എന്നാകാം. അവ ക്ഷമയോടെ പരിശ്രമിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ കൈവശം വന്നു ചേരും എന്നും സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു. സന്തോഷം, ഭാഗ്യം, സമൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ കാര്യങ്ങൾ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. നിങ്ങളെ ദ്രോഹിച്ചവർക്ക് തീർച്ചയായും പല കാര്യങ്ങളിലൂടെയും തിരിച്ചടി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട്. സത്യം നിങ്ങളുടെ ഭാഗത്താണ് എന്നും അതിനാൽ നീതി നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്ന് തന്നെ ഭഗവാൻ അർത്ഥമാക്കുന്നു. പല കാര്യങ്ങളിലും ദ്രോഹിച്ചവർക്ക് തീർച്ചയായും തിരിച്ചടി നിങ്ങൾക്ക് വന്നു ചേരും. അത് നിങ്ങൾ കാണുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പുതിയ തുടക്കങ്ങൾ പല കാര്യങ്ങളിലും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, പല കാര്യങ്ങളിലേക്കും കടക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരികയും ചെയ്യും. മനസ്സിനെ നെഗറ്റീവായ ചിന്തകളിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയമാകാവുന്നതുമാണ്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനപരമായ ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ചില കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ, അത് തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അത്തരം ചില സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. പുതിയ വഴിത്തിരിവ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ഉണർവ്, ഊർജ്ജസ്വലത നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളെ സഹായിക്കുവാൻ ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നും അവർ മൂലം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം എന്നും കാണുവാനായി സാധിക്കുന്നു. ചിലരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം എങ്കിലും
നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ടു പോകും എന്നും കാണുവാനായി സാധിക്കുന്നു. പലരും നിങ്ങളെ പല വിധത്തിലും ധനപരമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇനി അത് നടക്കുന്നതായ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. കാരണം പല വഴികളിലൂടെയും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വീകരിച്ച് നിങ്ങളിലേക്ക് സ്വീകരിച്ച് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നും നിങ്ങൾ അറിയണം. അത് നിങ്ങൾ തീർച്ചയായും നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുക.